സ്നേഹമുള്ളവരെ, യേശുനാഥൻ തൻ്റെ പരസ്യ ജീവിതകാലത്ത് അനേകം രോഗികളെ സൗഖ്യമാക്കിയതായി നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അതിൽ തന്നെ അവിടുന്ന് കുഷ്ഠരോഗിയെ അല്ലെങ്കിൽ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്ന വചനഭാഗങ്ങൾ നമ്മെ വളരെയധികം സ്പർശിക്കുന്നവയാണ്. കുഷ്ഠരോഗികൾ സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ട് ജീവിച്ചവരായിരുന്നു. അവരെ ജനം പാപികളായി കണക്കാക്കിയിരുന്നു. സ്വന്തം ഭവനത്തിലുള്ളവരെ എല്ലാം ഉപേക്ഷിച്ച് ഭാര്യയെയോ ഭർത്താവിനെയോ മക്കളെയോ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ എല്ലാം ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങുവാൻ വിധിക്കപ്പെട്ടവരായിരുന്നു അവർ. മരണം വരെ ഈ രോഗത്തിൻ്റെ വേദനയും പേറി മാനസികവും ശാരീരികവുമായ വേദന അനുഭവിച്ച് അവർ ജീവിച്ചിരുന്നു. സമൂഹത്തിലേക്ക് ഒരിക്കലും പിന്നെ തിരിച്ചു വരുവാൻ അവർക്ക് സാധ്യമാകുമായിരുന്നില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് സൗഖ്യമാക്കപ്പെട്ടിരുന്നത്. സമൂഹത്തിൽ മറ്റാരോടും സംസാരിക്കുവാനോ ജനം ഒരുമിച്ച് കൂടുന്നിടത്ത് പോകുവാനോ പട്ടണത്തിൻ്റെ പ്രവേശന കവാടത്തിൽ പോലും എത്തുവാനോ അവർക്ക് അനുവാദമില്ലായിരുന്നു. ദൂരെ വെച്ച് തന്നെ ആരെയെങ്കിലും കണ്ടാൽ അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് മേൽചുണ്ടു മറച്ച് കീറി മുഷിഞ്ഞ വസ്ത്രവും ധരിച്ച് നടക്കുവാൻ അവർ വിധിക്കപ്പെട്ടിരുന്നു. പ്രിയമുള്ളവരെ, ഇന്നും സമൂഹത്തിൽ തിരസ്കരിക്കപ്പെടുന്നവരുണ്ട്, സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തപ്പെടുന്നവരുണ്ട്. വേദനകളും നരകതുല്യമായ മാനസികവും ശാരീരികവുമായ വേദനകൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ പലപ്പോഴും വിധിക്കപ്പെടുന്നവരും നമ്മോടൊപ്പമുണ്ട്. കർത്താവിൻ്റെ വചനം ഇന്നും അവർക്ക് ആശ്വാസം നൽകുന്നു. തൻ്റെ വചനത്തിൽ ജീവിക്കുന്ന കർത്താവ് അവരെയും താൻ സൗഖ്യം നൽകാമെന്ന് പറഞ്ഞ് അവിടുത്തെ പക്കലേക്ക് ഇന്നും ക്ഷണിക്കുന്നുണ്ട്. യേശുവിനെ അറിയാൻ, അവിടുത്തെ വചനമറിയാൻ, അവിടുത്തെ പക്കലേക്ക് കടന്നു ചെല്ലുവാൻ, ആ സന്തോഷം, അവിടുന്ന് നൽകുന്ന സൗഖ്യത്തിൻ്റെ സന്തോഷം അവർക്കും മറ്റുള്ളവർക്കും അനുഭവിക്കുവാൻ അവരെ കർത്താവ് ഇന്നും വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.